100 സീറ്റുകൾ UDF-ന് കിട്ടുമെന്ന ആത്മവിശ്വാസമാണ് വി ഡി സതീശൻ പ്രകടിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം ഹൈക്കമാൻഡ് വിളിച്ച യോഗത്തിൽ 63 സീറ്റുകൾ കോൺഗ്രസ് ഒറ്റയ്ക്ക് നേടുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. എന്നാൽ നിലവിൽ കോൺഗ്രസിനുള്ളത് 21 സീറ്റുകളാണ്. ആ 21 സീറ്റുകളിൽ നിന്ന് 63 സീറ്റുകളിലേക്ക് കോൺഗ്രസ് വളരണമെങ്കിൽ എന്തു വേണം? അത് പ്രേക്ഷകർക്ക് ഈ സ്ക്രീനിൽ കാണാം. നിലവിൽ കോൺഗ്രസിനുള്ള 21 സീറ്റുകളുടെ ചിത്രം നമ്മൾ വരച്ചിട്ടുണ്ട്. ഇതിൽ കോൺഗ്രസിന്റെ മാപ്പ് നമ്മൾ പ്രേക്ഷകരെ ഒന്ന് കാണിച്ചാൽ ഈ നീലനിറം മാത്രമാണ് UDF-നാകെ കിട്ടിയിരിക്കുന്നത്. ഓരോ ജില്ലയിലെ കണക്കിലെടുത്താൽ അവിടെ കോൺഗ്രസ് എത്ര ഇനി വർദ്ധിപ്പിക്കേണ്ടതുണ്ടെന്ന് നോക്കൂ. നിലവിൽ കോൺഗ്രസിന് 21 സീറ്റുകളാണുള്ളത്. വി ഡി സതീശൻ പറഞ്ഞത് 63 സീറ്റുകളിലേക്ക് ഈ 21 സീറ്റ് വളരണം എന്നാണ്. എന്ന് പറഞ്ഞാൽ 42 സീറ്റുകൾ കൂടി കണ്ടെത്തണം. കാസർഗോഡ് നിലവിൽ കോൺഗ്രസിന് സീറ്റില്ല. കണ്ണൂരിൽ ആകെയുള്ളത് 2 സീറ്റ്. വയനാട് ആകെയുള്ള സീറ്റുകളിൽ കോൺഗ്രസിനാണ് മുന്നേറ്റം, 2 സീറ്റുകളുണ്ട്. കോഴിക്കോട് ഒരൊറ്റ സീറ്റ് പോലുമില്ല. മലപ്പുറത്ത് 1 സീറ്റ് മാത്രം. പാലക്കാട് ഒരേ ഒരു സീറ്റ്, അത് പാലക്കാടാണ്. തൃശ്ശൂരിലും ഒരേ ഒരു സീറ്റ്. എറണാകുളത്ത് 8 സീറ്റുകളുണ്ട്. ഇതിൽ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്ന ജില്ല എറണാകുളമാണ്. എറണാകുളം തന്നെയാണ് ഇത്തവണയും പ്രതീക്ഷ. ഇടുക്കിയിൽ 0, കോട്ടയത്ത് 2, ആലപ്പുഴ 1, പത്തനംതിട്ട 0, കൊല്ലം 2, തിരുവനന്തപുരം ഒരേ ഒരിടത്ത് മാത്രം. അങ്ങനെ 21 ഇടങ്ങളിലേക്ക് ചുരുങ്ങിയ കോൺഗ്രസിനെ 63 ഇടങ്ങളിലേക്ക് വളർത്തണമെങ്കിൽ തിരുവനന്തപുരത്തും കൊല്ലത്തും പത്തനംതിട്ടയിലും ആലപ്പുഴയിലും അടക്കം കോട്ടയത്തും അടക്കം നിർണായകമായ ലീഡ് നേടേണ്ടതുണ്ട്. ഇടുക്കിയിൽ ഓപ്പൺ ചെയ്യണം, കണ്ണൂരിൽ കൂടുതൽ സീറ്റുകളിലേക്ക് എത്തണം, പാലക്കാട് കൂടുതൽ സീറ്റുകളിൽ വിജയിക്കണം, തൃശ്ശൂരിൽ വിജയിക്കണം. പക്ഷേ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ 21-ൽ നിന്ന് ഇനി 42 സീറ്റുകൾ കൂടി അധികം കിട്ടി 63 സീറ്റുകളിലേക്ക് എത്തുക എന്നുള്ളത് ചെറിയ കളിയല്ല. തൃശ്ശൂരിൽ ആകെയുള്ളത് ചാലക്കുടി മാത്രമാണ്. തൃശ്ശൂരിൽ പക്ഷേ BJP ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മിക്കവാറും എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും കോൺഗ്രസിനെ അപേക്ഷിച്ച് മുന്നിൽ പോകുന്ന സാഹചര്യമുണ്ടായി. അവിടെ നിന്നും തിരിച്ചു പിടിച്ചാൽ മാത്രമേ ചാലക്കുടിക്കും അപ്പുറത്തേക്ക് എന്തെങ്കിലും സാധ്യതയുള്ളൂ. എറണാകുളത്താണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. പെരുമ്പാവൂരും അങ്കമാലിയും ആലുവയും പറവൂരും തൃപ്പൂണിത്തുറയും എറണാകുളവും തൃക്കാക്കരയും മൂവാറ്റുപുഴയും യഥാർത്ഥത്തിൽ കോൺഗ്രസിനോടൊപ്പമാണ്. ഇടുക്കിയിൽ ഒരേ ഒരിടത്ത് മാത്രമാണ്, ഒരിടത്ത് പോലും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോട്ടയത്ത് 2, ആലപ്പുഴ 1. അപ്പോൾ ഈ സീറ്റുകളുടെ എണ്ണമാണ് 63 ആക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസം വി ഡി സതീശൻ പ്രകടിപ്പിച്ചത്. അതിന് വി ഡി സതീശൻ ഒരു പദ്ധതിയും തയ്യാറാക്കിയിട്ടുണ്ട്. ഓരോ കാറ്റഗറിയിലും വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളെ A, B, C എന്നിങ്ങനെ 3ആയിട്ട് തിരിക്കുകയും വിജയസാധ്യത കുറഞ്ഞു വരുന്ന മണ്ഡലങ്ങളായിട്ട് അതിനെ കണക്കാക്കുകയും മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വിജയിക്കാൻ കഴിയുന്ന മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു സ്ട്രാറ്റജി, രണ്ടാമത് നമുക്ക് പിടിച്ചെടുക്കാൻ കൂടുതൽ കഴിയുന്ന മണ്ഡലങ്ങളിൽ മറ്റൊരു സ്ട്രാറ്റജി, ഇനി പിടിച്ചെടുക്കാൻ ഒട്ടും കഴിയാത്ത ഇടതു കോട്ടകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് മറ്റൊരു സ്ട്രാറ്റജി എന്ന നിലയിലാണ് വി ഡി സതീശൻ്റെ ഒരു പ്ലാൻ. പക്ഷേ അത് രാഷ്ട്രീയകാര്യ സമിതിയിൽ ചർച്ച ചെയ്തപ്പോൾ അതിന് പിന്തുണ കിട്ടിയില്ല. അത് ഹൈക്കമാൻഡിനെ ധരിപ്പിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും 21-ൽ നിന്ന് 63-ലേക്ക് കോൺഗ്രസ് വളരുകയും നിലവിലുള്ള സംഖ്യയിൽ നിന്ന് 100-ലേക്ക് UDF വളരുകയും ചെയ്യുക എന്നതാണ് വി ഡി സതീശൻ്റെ സ്വപ്നം.